സ്പെഷ്യൽ ഉള്ളി പുളി റെസിപ്പി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് 10 സെക്കൻഡ് നേരം ഇളക്കുക. 10 സെക്കൻഡിന് ശേഷം 250 ഗ്രാം അല്ലെങ്കിൽ 1/2 കപ്പ് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, 1 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ചെറിയുള്ളി ചെറുതായി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം 6 മിനിറ്റ് നേരം വഴറ്റുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ? ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വേവിക്കുക. ഇനി നമുക്ക് 2 കപ്പ് പുളി അലിയിച്ച ചൂടുവെള്ളം ചേർക്കാം. നന്നായി ഇളക്കുക. നമ്മളിവിടെ 1/2 നാരങ്ങ വലുപ്പമുള്ള പുളി 2 കപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഫിൽട്ടർ ചെയ്തെടുത്തതാണ്. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം വേവിക്കുക. ഇനി ഒരു പ്രത്യേക രുചി കിട്ടുന്നതിനായി 1/2 ടീസ്പൂൺ ശർക്കര ചതച്ചത് ചേർത്ത് നന്നായി ഇളക്കുക. 1 മിനിറ്റ് നേരം വേവിക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്പെഷ്യൽ ഉള്ളിപ്പുളി റെസിപ്പി തയ്യാറാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.